നമസ്കാരം. ജാപ്പനീസ് ഇരുചക്ര വാഹന ബ്രാൻഡായ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ 2025 ജനുവരിയിലെ വിൽപ്പന കണക്കുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഭ്യന്തര കയറ്റുമതി വിപണികളിൽ കമ്പനി ശക്തമായ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ആഭ്യന്തര വിൽപ്പനയും കയറ്റുമതിയും ഉൾപ്പെടെ കമ്പനിയുടെ മൊത്തം വിൽപ്പന 2025 ജനുവരിയിൽ 4,44,847 യൂണിറ്റായി വളർന്നിട്ടുണ്ട്. 2024 ജനുവരിയിൽ വിറ്റ 4,19,395 യൂണിറ്റുകളിൽ നിന്ന് 6.07% വാർഷിക വളർച്ച കമ്പനി നേടിയിട്ടുണ്ട്. ഈ വിൽപ്പന കണക്കുകളിൽ 4,02,977 യൂണിറ്റുകളുടെ ആഭ്യന്തര വിൽപ്പനയും 41,870 യൂണിറ്റുകളുടെ കയറ്റുമതിയും ഉൾപ്പെടുന്നുണ്ട്. ആഭ്യന്തര വിൽപ്പന 5% വർദ്ധിച്ചപ്പോൾ കയറ്റുമതി 14% വർദ്ധിച്ചിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ ഹോണ്ടയുടെ മൊത്തം വിൽപ്പന 49,81,767 യൂണിറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ ആഭ്യന്തര വിൽപ്പന 45,41,323 യൂണിറ്റും കയറ്റുമതി 4,40,444 യൂണിറ്റും ഉൾപ്പെടുന്നുണ്ട്. ഹോണ്ടയുടെ ഈ വമ്പിച്ച വളർച്ചയിൽ ആക്ടിവയും ഷൈൻ 125ഉം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ മോഡലുകളുടെ ഡിമാൻഡ് സ്ഥിരമായി തുടരുന്നുണ്ട്. 2025 ജനുവരിയിലെ കമ്പനിയുടെ ചില പ്രത്യേക നേട്ടങ്ങളെക്കുറിച്ച് നോക്കിയാൽ പുതിയ അപ്ഡേറ്റ് ചെയ്ത മോഡലുകൾ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആക്ടിവ, ലിവോ, CB650R എന്നിവയുടെ OBD 2B കംപ്ലൈന്റ് പതിപ്പുകളും ഹോണ്ട പുറത്തിറക്കിയിരുന്നു. 2025 ഇന്ത്യ മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഹോണ്ട ആക്ടിവ പോലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിലയും പ്രഖ്യാപിച്ചിരുന്നു. CB300F ഫ്ലെക്സ് ഫ്യൂവലിൽ പുതിയ ഇന്ധന ഓപ്ഷനുള്ള ഒരു ബൈക്കും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ ഹോണ്ടയുടെ മോട്ടോ കോമ്പാക്ടോ എന്ന പോർട്ടബിൾ ഇലക്ട്രിക് സ്കൂട്ടറും ഉൾപ്പെടുന്നുണ്ട്. കമ്പനി അടുത്തിടെ 2025 മോഡൽ ഹോണ്ട ആക്ടിവ 110 പുറത്തിറക്കിയിരുന്നു. വരാനിരിക്കുന്ന ഇമിഷൻ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഈ പുതിയ മോഡൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് OBD 2B കംപ്ലൈന്റ് സ്കൂട്ടറായി മാറിയിട്ടുണ്ട്. ഇതോടൊപ്പം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ഉൾപ്പെടെയുള്ള ചില പുതിയ ഫീച്ചറുകളും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ പുതിയ സ്കൂട്ടറിന്റെ എക്സ്-ഷോറൂം വില ആരംഭിക്കുന്നത് 80,950 രൂപ മുതലാണ്. 2025 ഹോണ്ട ആക്ടിവ 110 അടുത്തിടെ പുറത്തിറക്കിയ ഇലക്ട്രിക് വേരിയന്റിനോടൊപ്പമാണ് വിൽക്കുന്നത്. 2025 ഹോണ്ട ആക്ടിവയുടെ രൂപകൽപ്പന അതേപടി തുടരുകയാണ്. എന്നാൽ ഇപ്പോൾ DLX വേരിയന്റിനും അലോയ് വീലുകളും ലഭിക്കുന്നുണ്ട്. അവ ഇതിനകം H സ്മാർട്ട് വേരിയന്റിനൊപ്പം ലഭ്യമാണ്. STD, DLX, H സ്മാർട്ട് എന്നീ 3 വേരിയന്റുകളിൽ ഈ സ്കൂട്ടർ ലഭ്യമാകും. 6 കളർ ഓപ്ഷനുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ പേൾ പ്രഷ്യസ് വൈറ്റ്, ഡീസന്റ് ബ്ലൂ മെറ്റാലിക്, പേൾ ഇഗ്നിയസ് ബ്ലാക്ക്, മാറ്റ് ആക്സിസ് ഗ്രേ മെറ്റാലിക്, റിബൽ റെഡ് മെറ്റാലിക്, പേൾ സൈറൻ ബ്ലൂ തുടങ്ങിയ കളർ ഓപ്ഷനുകളും ലഭിക്കുന്നുണ്ട്. 2025 ഹോണ്ട ആക്ടിവയിലെ ഏറ്റവും വലിയ മാറ്റം അതിന്റെ പുതിയ 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ്. ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നാവിഗേഷനും പോലുള്ള സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നതാണ്. കോൾ അല്ലെങ്കിൽ SMS അലേർട്ടുകൾ, നാവിഗേഷൻ തുടങ്ങി മറ്റു ഫീച്ചറുകളിലേക്ക് ആക്സസ് നൽകുന്ന ഹോണ്ട റോഡ്സിംഗ് ആപ്പിലേക്ക് ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ സ്മാർട്ട് ഉപകരണങ്ങൾ വേഗത്തിൽ ചാർജ് ചെയ്യാൻ സഹായിക്കുന്ന USB Type-C ചാർജിംഗ് പോർട്ടും ഇതിലുണ്ട്. ഈ ഫീച്ചർ നഗരങ്ങളിലെ ട്രാഫിക്കിൽ കുടുങ്ങുമ്പോൾ ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുന്നുവെന്നാണ് കമ്പനി പറയുന്നത്.